സ്വന്തം മുന്നണിക്കെതിരെ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഇതാദ്യമായല്ല. എന്നാൽ ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവ്, അതും ഒരു പഴയ കോൺഗ്രസ്സുകാരൻ, അദ്ദേഹം ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് മാധ്യമ ശ്രദ്ധ ഏറെ ലഭിക്കും. കഴിഞ്ഞ കുറേ കാലങ്ങളായി CPM നേരിട്ടുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങളെക്കാൾ കുറച്ചുകൂടി ബലവും ആഴവും കൂടുതലാണ് PV അൻവറിൻ്റെ ആരോപണങ്ങൾക്ക്. അതിന് കാരണങ്ങൾ പലതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം PV അൻവർ ആരോപണം ഉന്നയിക്കുന്ന രണ്ടുപേർ, അവർ രണ്ടുപേരും മുഖ്യമന്ത്രിയുടെ ഇടവും വലവും ചേർന്ന് നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ടവർ തന്നെയാണ്. അതിലൊന്ന് മുഖ്യമന്ത്രിയുടെ സാക്ഷാൽ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശി. P. ശശിക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയുള്ള ആരോപണം തന്നെയാണ്. ആ ആരോപണം P. ശശിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും മാത്രം ബാധകമാകുന്നതല്ല, അതിനേക്കാൾ അപ്പുറത്തേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനും ബാധകമാകുന്നത് തന്നെയാണ്. ഇത്തരത്തിൽ ഈ ആരോപണത്തെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പലതവണ പറഞ്ഞിട്ടുണ്ട്. P. ശശിക്കെതിരായുള്ള PV അൻവറിന്റെ ആരോപണം വലിയ PV ആയ പിണറായി വിജയനെ കൂടി ബാധിക്കുന്നത് തന്നെയാണ്. അങ്ങനെ ആരോപണങ്ങൾ PV അൻവർ ഉന്നയിക്കുന്നു. ആ ആരോപണങ്ങൾക്കെല്ലാം ആദ്യഘട്ടത്തിൽ വലിയ നിശബ്ദത പാലിച്ച മുഖ്യമന്ത്രി ഒരു സുപ്രഭാതത്തിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ PV അൻവറിനെ അപ്പാടെ തള്ളിക്കളയുന്നു. PV അൻവർ മുഖ്യമന്ത്രിക്കും CPM പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും മുൻപിൽ ഈ പരാതികളും ആരോപണങ്ങളും ഉന്നയിക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങൾക്ക് മുമ്പിലിരുന്ന് മുഴുവനായും PV അൻവറിനെ തള്ളിപ്പറയുക തന്നെയാണ് ചെയ്യുന്നത്. PV അൻവർ താനുമായി മണിക്കൂറുകൾ ചർച്ച ചെയ്തു എന്ന് പറയുന്നത് കളവാണ് എന്ന് മുഖ്യമന്ത്രി പറയുന്നു. അദ്ദേഹം പഴയ കോൺഗ്രസ്സുകാരനാണ്, അതുകൊണ്ടാണ് ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ പറയുന്നതെന്ന് മുഖ്യമന്ത്രി രണ്ടാമതായി ഉയർത്തിക്കാട്ടുന്നു. പിന്നെ അവസാനം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, P. ശശി എന്ന തൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം കൃത്യമായി ചെയ്യുന്ന ഒരാളാണ്, അദ്ദേഹത്തിനെതിരെ യാതൊരു സംശയവുമില്ല, അതുകൊണ്ട് ഈ വിഷയത്തിലേക്ക് അദ്ദേഹത്തെ വലിച്ചെടുക്കുവാൻ താൻ തയ്യാറല്ല എന്ന തരത്തിലേക്ക് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുമ്പോൾ PV അൻവറിനെ തള്ളി പറയുന്നു പിണറായി വിജയൻ എന്ന് അക്ഷരം പ്രതി മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ PV അൻവർ ഉന്നയിച്ച ചില ആരോപണങ്ങളിൽ അന്വേഷണം വേണമെന്ന് മുഖ്യമന്ത്രി പറയുന്നു. അതായത് പൂർണ്ണമായും PV അൻവറിനെ തള്ളാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം ഇടതുപക്ഷത്തുണ്ട്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കുണ്ട്. ഇതെല്ലാം മുതലെടുത്തുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം രൂക്ഷമായ രീതിയിലുള്ള അഴിമതി ആരോപണങ്ങളും ഉന്നയിക്കുന്നത്. അങ്ങനെ വന്നാൽ എന്തുകൊണ്ട് PV അൻവർ ഇടതുപക്ഷം വിട്ടു പോകുന്നില്ല എന്ന ചോദ്യത്തിനും വലിയ പ്രസക്തി ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗും UDF ചെയർമാനായ MMS അടക്കമുള്ള UDF നേതാക്കന്മാരെല്ലാം പലതവണ PV അൻവറിനെ മുസ്ലിം ലീഗ് അടക്കമുള്ള UDFലെ പ്രധാനപ്പെട്ട ഘടകകക്ഷികൾ പാർട്ടിയിലേക്ക് തിരിച്ചു സ്വാഗതം ചെയ്തിട്ട് പോലും PV അൻവർ അതിന് കൈകൊടുത്തില്ല. അത് തന്നെയായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസവും. എന്നാൽ ഇപ്പോൾ UDF അനുകൂലമായ ചില അനുഭാവ തരംഗങ്ങൾ വീശുന്നുണ്ട് എന്ന് തന്നെ പറയാം. കോൺഗ്രസിനുള്ളിൽ അല്ലെങ്കിൽ UDFിനുള്ളിൽ PV അൻവർ ഏറ്റവും വലിയ ആരോപണം ഉന്നയിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. നിയമസഭയ്ക്കുള്ളിൽ വെച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരായ രൂക്ഷമായ ഒരു ആരോപണമാണ് PV അൻവർ ഉന്നയിച്ചത്. മീൻ കൊണ്ടുപോകുന്ന വാനിൽ ലക്ഷക്കണക്കിന് രൂപയുടെ കുഴൽപ്പണം കടത്തിയെന്നുള്ള രൂക്ഷമായ ആരോപണം, അതും നിയമസഭയ്ക്കുള്ളിൽ വെച്ചുകൊണ്ട്. ആ ആരോപണം ശക്തമായും പുച്ഛത്തോടെയും തള്ളിക്കളഞ്ഞ VD സതീശന് അത് കഴിഞ്ഞ് ചില നീരസങ്ങൾ PV അൻവറിനോടുണ്ടായിരുന്നു. അതുമാത്രമല്ല, മറ്റു ചില രാഷ്ട്രീയ കാരണങ്ങളും PV അൻവറും VD സതീശനും തമ്മിലുള്ള അകൽച്ചയിൽ കാര്യമായി ഉണ്ടായിരുന്നു. ആ അകൽച്ച തന്നെയായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ മറ്റൊരു വലിയ ആത്മവിശ്വാസം. എന്നാൽ ഇപ്പോൾ VD സതീശനും PV അൻവറും ഒന്നിക്കുന്ന ഒരു വേദി സംജാതമായിരിക്കുകയാണ്. VDയും PVയും തമ്മിലുള്ള ആരോപണങ്ങൾ രൂക്ഷമായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു വേദിയിൽ ഇരുവരും വളരെ സ്നേഹത്തോടുകൂടി പങ്കെടുത്തത് എന്നതിന് പ്രസക്തിയേറെയാണ്. ഒരുപക്ഷെ മുഖ്യമന്ത്രി PV അൻവറിനെതിരായി രൂക്ഷമായ ഭാഷയിൽ സംസാരിച്ചപ്പോൾ അത് അദ്ദേഹത്തിന് ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാക്കിയ മുറിവ് ഒരുപക്ഷെ വലുതായിരിക്കണം. അതുതന്നെയാകണം ശത്രുവിൻ്റെ ശത്രുമിത്രം എന്ന രീതിയിൽ ഒരുപക്ഷെ താൻ വലിയ ആരോപണം ഉന്നയിച്ച VD സതീശനുമായി ചേർന്ന് ഒരു പരിപാടിയിൽ സംഗമിച്ചത്. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ UDF ഭരിക്കുന്ന നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായുള്ള ഡയാലിസിസിൽ സ്ഥലം MLA ആയ PV അൻവറും ഉദ്ഘാടകനായി എത്തിയ പ്രതിപക്ഷ നേതാവ് VD സതീശനും ഒരേ വേദി പങ്കിട്ടപ്പോൾ ആ വേദിയിൽ വെച്ച് PV അൻവർ VD സതീശനോട് ആവശ്യപ്പെട്ട ചില സഹായങ്ങളുണ്ടായിരുന്നു. വളരെ വിനയത്തോടു കൂടി അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: പ്രതിപക്ഷ നേതാവിനോട് ഒരു അഭ്യർത്ഥന ഉണ്ട്. സർക്കാരിൽ നിന്ന് തുച്ഛമായ സഹായം മാത്രമാണ് ഇവിടേക്ക് ലഭിക്കുന്നത്. അങ്ങ് ഒരു പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിലും അങ്ങേക്ക് വിദേശത്തുള്ള ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തിയും കാര്യമായ രീതിയിലുള്ള മാറ്റങ്ങൾ, വികസനങ്ങൾ ഇവിടെ കൊണ്ടുവരണം എന്നൊരു ആവശ്യം അദ്ദേഹം ഉന്നയിക്കുന്നു. ഇത്രയും പറഞ്ഞ അധ്യക്ഷനായിരുന്ന MLA ഉദ്ഘാടകനായ VD സതീശനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് കയ്യിലിരുന്ന
ഉദ്ഘാടനത്തിന് വേണ്ടി ദീപം തെളിയിക്കുവാനിരുന്ന വിളക്ക് കൈമാറ്റം ചെയ്ത് മാറി നിൽക്കുമ്പോൾ വി ഡി സതീശൻ അദ്ദേഹത്തെ വിളിച്ച് അരികിൽ നിർത്തി ചിരിച്ചുകൊണ്ട് ആ വിളക്ക് അവർ ഒരുമിച്ച് കൊളുത്തുന്നു. ഈ മുഹൂർത്തങ്ങൾക്ക് ഇപ്പോൾ എന്ത് പ്രസക്തി എന്ന് ചോദിച്ചാൽ പ്രസക്തി ഏറെയാണ്. അല്ലെങ്കിൽ ആ മുഹൂർത്തം എവിടേക്ക് വഴിതിരിക്കാം എന്നതിൻ്റെ മറ്റൊരു മുഖം കൂടി ഇപ്പോൾ അദ്ദേഹം ഫേസ്ബുക്കിലൂടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കുറിക്കുകയുണ്ടായി. അത് ഇങ്ങനെയാണ്: വിശ്വാസങ്ങൾക്കും വിധേയത്വത്തിനും താൽക്കാലികതയ്ക്കും അപ്പുറം ഓരോ മനുഷ്യനിലുമുള്ള ഒന്നാണ് ആത്മാഭിമാനം. അതിത്തിരി കൂടുതലുണ്ട്. നീതിയില്ലെങ്കിൽ നീ തീയാവുക എന്നാണല്ലോ ഇന്ന് വൈകിട്ട് 4:30 മാധ്യമങ്ങളെ കാണുന്നുണ്ട് എന്നുള്ളതാണ് പി വി അൻവർ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത്. ഇതിൽ തൻ്റെ ആത്മാഭിമാനത്തെ ആരോ വ്രണപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയാതെ പറയുന്നുണ്ട് പി വി അൻവർ. സ്വാഭാവികമായും 2 ദിവസങ്ങൾക്ക് മുമ്പ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇരുന്നു കൊണ്ട് പി വി അൻവറിനെ കടുത്ത ഭാഷയിൽ തന്നെ എതിർത്തു പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. അന്ന് വൈകുന്നേരം അദ്ദേഹം വളരെ ക്ഷീണിതനായി തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ആ വിഷയത്തെപ്പറ്റി പരാമർശിച്ചെങ്കിൽ പോലും അതിന് തൊട്ടടുത്ത ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഒരു വേദിയിൽ നിൽക്കുന്ന ചിത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലെ കവർ ഫോട്ടോ. എന്നാൽ ഇത്തരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പി വി അൻവറിനെ കുറ്റപ്പെടുത്തി മണിക്കൂറുകൾക്ക് ശേഷം അദ്ദേഹം ഒരു അമ്മയോടൊപ്പം നിൽക്കുന്ന ചിത്രമാണ് ഇട്ടിരിക്കുന്നത്. അതായത് ജനങ്ങളിലേക്ക് താൻ മടങ്ങിപ്പോകുന്നു, മുഖ്യനേക്കാൾ വലുത് തനിക്ക് ഈ നാട്ടിലെ ജനങ്ങളാണ് എന്ന് ഫേസ്ബുക്കിലൂടെ ബോധ്യപ്പെടുത്തുന്നു എന്ന് വേണമെങ്കിൽ ആ കവർ ഫോട്ടോയെ നമുക്ക് വായിച്ചെടുക്കാം. അതും ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റും വി ഡി സതീശനുമായി സൗമ്യമായി വേദി പങ്കിട്ടതുമെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ കളമാറ്റത്തിൻ്റെ എല്ലാ ചൂടും അവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും അദ്ദേഹം ഒരു പഴയ കോൺഗ്രസ്സുകാരനാണ്. വി ഡി സതീശനും പി വി അൻവറും ഒക്കെ ഒരു കാലത്ത് കേരള സ്റ്റുഡൻസ് യൂണിയന് വേണ്ടി KSUവിന് വേണ്ടി കൊടിപിടിച്ച് മുദ്രാവാക്യം വിളിച്ച് രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്തു വെച്ചവരാണ്. ആ പൈതൃകവും ആ ലെഗസിയും ഒക്കെ പെട്ടെന്നൊന്നും മറക്കാൻ പി വി അൻവറിനെ കൊണ്ട് സാധിക്കില്ല. മടങ്ങി വരുവാൻ കോൺഗ്രസ് കളമൊരുക്കി കൊടുക്കുന്നു എന്നുകൂടി സംശയിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലും അദ്ദേഹത്തിൻ്റെ കവർ ഫോട്ടോകളിലുമെല്ലാം തെളിഞ്ഞു വരുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. തന്നെ ഏറ്റെടുക്കുവാൻ, തന്നെ സ്വീകരിക്കുവാൻ ആരോ ഉണ്ട് എന്ന ആത്മവിശ്വാസം. അത് കോൺഗ്രസ് ആണോ? ഇനി അതുമല്ല, PC ജോർജിനെ പോലെ, KB ഗണേഷ് കുമാറിനെ പോലെയൊക്കെ നാട്ടിലെ ജനങ്ങൾ, സാധാരണക്കാരായ ജനങ്ങൾ പാർട്ടിക്കപ്പുറം തന്നെ സ്വീകരിക്കും, നിലമ്പൂരിലെ ജനത തന്നോടൊപ്പമുണ്ട് എന്ന ആത്മവിശ്വാസമാണോ അവിടെ തെളിഞ്ഞു കാണുന്നത് എന്ന് കണ്ടറിയേണ്ടതായുണ്ട്.